സത്യസന്ധനായ മുയൽക്കുട്ടൻ. ഒരിക്കൽ ഒരു മനോഹരമായ പുൽമേട്ടിൽ ഒരു ചെറിയ മുയൽക്കുട്ടൻ താമസിച്ചിരുന്നു. നനുത്ത രോമങ്ങളും തിളങ്ങുന്ന കണ്ണുകളുമുള്ള അവനെ എല്ലാവരും സ്നേഹത്തോടെ ലിറ്റിൽ ബൺ എന്ന് വിളിച്ചു. അവൻ എല്ലാവരുടെയും കൂട്ടുകാരനായിരുന്നു. എല്ലാവർക്കും അവനെ ഇഷ്ടമാകാൻ ഒരു കാരണമുണ്ട്. അവൻ സത്യം മാത്രം പറയുന്ന ലിറ്റിൽ ബൺ ആയിരുന്നു. നുണ പറയുന്നത് അവന് ഒട്ടും ഇഷ്ടമല്ല. ഒരു ദിവസം കർഷകന്റെ പച്ചക്കറിത്തോട്ടത്തിനടുത്ത് കളിക്കുമ്പോൾ ലിറ്റിൽ ബൺ നിലത്ത് തിളങ്ങുന്ന എന്തോ ഒന്ന് കണ്ടു. അടുത്തു ചെന്ന് നോക്കിയപ്പോഴോ അതൊരു സ്വർണ്ണ ക്യാരറ്റ് ആയിരുന്നു. വാവ്, ഇത് ആരുടെ ആയിരിക്കും? ആരുടെ ആയാലും ഉടമസ്ഥനെ കണ്ട് തിരിച്ചു കൊടുക്കണം, ലിറ്റിൽ ബൺ വിചാരിച്ചു. ഇത് കണ്ട് അവിടേക്ക് ഫോക്സി എന്ന കുസൃതി കുറുക്കൻ പാഞ്ഞു വന്നു. ലിറ്റിൽ ബൺ, നിനക്കിത് എവിടെ നിന്ന് കിട്ടി? ഇത് എന്റെ സ്വർണ്ണ ക്യാരറ്റ് ആണ്. ഞാനിത് അന്വേഷിക്കാത്ത സ്ഥലമില്ല. ആ, ഏതായാലും എനിക്ക് തന്നേക്കൂ, ഞാൻ പോകട്ടെ. ഇത് കേട്ട ലിറ്റിൽ ബൺ ഒന്ന് ആലോചിച്ചു. ഇത് ഇവന്റെ തന്നെ ആയിരിക്കുമോ? ഈ കുസൃതി കുറുക്കനെ എങ്ങനെ വിശ്വസിക്കും? ഇത് നിന്റെ തന്നെയാണോ? ലിറ്റിൽ ബൺ ഫോക്സിയോട് ചോദിച്ചു. പിന്നല്ലാതെ, ഇത് എന്റെ തന്നെയാണ്. മര്യാദയ്ക്ക് തരുന്നതാണ് നിനക്ക് നല്ലത്, ഫോക്സ് ദേഷ്യത്തോടെ പറഞ്ഞു. എന്നാൽ ലിറ്റിൽ ബണ്ണിന് ഭയങ്കര സംശയം. ഈ സ്വർണ്ണ ക്യാരറ്റ് യഥാർത്ഥ ഉടമസ്ഥന് തന്നെ മടക്കി കൊടുക്കണം. ഈ ക്യാരറ്റ് ഫോക്സിയുടേത് തന്നെയാണോ എന്ന് എങ്ങനെ ഉറപ്പിക്കും? ലിറ്റിൽ ബൺ സങ്കടത്തോടെ ആലോചിച്ചു. ലിറ്റിൽ ബൺ പ്രശ്നം പരിഹരിക്കാനായി ബുദ്ധിമാനായ മൂങ്ങയെ സന്ദർശിക്കാൻ തീരുമാനിച്ചു. മുയൽക്കുട്ടനെ കണ്ട മൂങ്ങാച്ചേട്ടൻ ചോദിച്ചു, എന്തു പറ്റി ലിറ്റിൽ ബൺ? നീ എന്താ ഈ വഴി വന്നത്? ലിറ്റിൽ ബൺ പറഞ്ഞു, മൂങ്ങാച്ചേട്ടാ, എനിക്ക് വഴിയിൽ നിന്നും ഒരു സ്വർണ്ണ ക്യാരറ്റ് കിട്ടി. അത് തന്റേതാണെന്നാണ് ഫോക്സി പറയുന്നത്. പക്ഷേ എനിക്കെന്തോ ഒരു സംശയം. ഓ, അതിനെന്താ? നിന്റെ ഈ പ്രശ്നം പരിഹരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കാം, മൂങ്ങാച്ചേട്ടൻ പറഞ്ഞു. എല്ലാ മൃഗങ്ങളും സത്യമറിയാനായി അവിടെ ഒത്തുകൂടി. മൂങ്ങാച്ചേട്ടൻ ചോദിച്ചു, ഫോക്സി, നീ ഈ സ്വർണ്ണ ക്യാരറ്റിനെ കുറിച്ച് ഒന്ന് വിവരിക്കൂ. നിനക്കിത് എവിടെ നിന്നാണ് കിട്ടിയത്? ആരാണ് തന്നത്? ഇത് എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്? ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ ഫോക്സിക്കായില്ല. അവൻ പറഞ്ഞു, അത് പിന്നെ എനിക്ക്. ഇത് കേട്ടതോടെ ഈ ക്യാരറ്റ് ഫോക്സിയുടേതല്ലെന്ന് മൃഗങ്ങൾ ഉറപ്പിച്ചു. ഇവനൊരു കള്ളൻ തന്നെ, എല്ലാവരും പറഞ്ഞു. ഫോക്സി, ഈ ക്യാരറ്റ് നിന്റേതല്ലെന്ന് ഉറപ്പാണ്. ഇങ്ങനെ നുണ പറയാൻ നിനക്ക് നാണമില്ലേ? മൂങ്ങാച്ചേട്ടൻ ചോദിച്ചു. ഫോക്സി മിണ്ടാതെ തല താഴ്ത്തി നിന്നു. പെട്ടെന്നൊരു എലിക്കുട്ടൻ മുന്നോട്ട് വന്നു. ഈ ക്യാരറ്റ് എന്റേതാണ്. വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ എനിക്കിത് നഷ്ടപ്പെട്ടു. ഇത് കണ്ടെത്തി തന്നതിന് നന്ദി ലിറ്റിൽ ബൺ, എലിക്കുട്ടൻ പറഞ്ഞു. സന്തോഷത്തോടെ ലിറ്റിൽ ബൺ ആ സ്വർണ്ണ ക്യാരറ്റ് എലിക്കുട്ടന് നൽകി. അവന് സന്തോഷമായി. സ്വർണ്ണ ക്യാരറ്റിന് പകരമായി എലിക്കുട്ടൻ ലിറ്റിൽ ബണ്ണിന് ഒരു ചുവന്ന ആപ്പിൾ സമ്മാനമായി നൽകി. ലിറ്റിൽ ബണ്ണിന്റെ സത്യസന്ധതയും ശരിയായ കാര്യം ചെയ്യാനുള്ള ദൃഢനിശ്ചയവും നമുക്കെല്ലാവർക്കും മാതൃകയാണ്. സത്യം പറയുന്നതിലൂടെ നമുക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കും, എല്ലാ മൃഗങ്ങളും ഒരുമിച്ച് പറഞ്ഞു. കൂട്ടുകാരെ, കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.